നമസ്കാരം ചങ്ങായിമാരെ, ഒറ്റമൈൻ ലോകത്തേക്ക് സ്വാഗതം. ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത വഴിയിലൂടെയാണ് പൂർവിബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ആകെ വ്യാപിച്ചിട്ടുള്ള മൈൻഡ് വൈറസിനെ ഉന്മൂലനം ചെയ്ത് പഴയപടി എത്തിക്കാം എന്ന് കരോളിന് മനസ്സിലായി. സോഷ്യയുടെ മേൽ ഒരു അനസ്തേഷ്യ പ്രയോഗം നടത്തിയത് പക്ഷേ പുലിവാലായി. ഈ പുതിയ ലോകത്ത് ഇതിൽ ആർക്കും എതിർപ്പൊന്നും ഇല്ലെങ്കിലും മനസാക്ഷിക്ക് നിരക്കാത്ത പണിയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ സാഷ കിടന്ന മരണത്തിന് മല്ലിടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സോഷ ആ ക്രിട്ടിക്കൽ നില തരണം ചെയ്തിട്ടുണ്ടോ ഭാഗ്യത്തിന്. അവളിപ്പോൾ ഐസിയുലാണ്. ഹോസ്പിറ്റലിലെ മറ്റൊരു കോമഡി നോക്കിയാൽ നഴ്സിൻ്റെ ഇഞ്ചക്ഷനെ പേടിയുള്ള പിള്ളേരൊക്കെയാണ് ഇപ്പോൾ നേഴ്സും, ടാറ്റു ആർട്ടിസ്റ്റൊക്കെ ഡോക്ടറും, കോട്ടും സൂട്ടുമിട്ട VIP ഒക്കെ അറ്റൻഡേഴ്സും. നന്മ നിറഞ്ഞ ലോകം. എന്നാൽ ഒരു കാര്യം, സോഷ്യയുടെ കാർഡിയാക് അറസ്റ്റോടെ വൺ മൈൻഡ്സിൻ്റെ എല്ലാം സ്വഭാവത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ എല്ലാവരും പരസ്പരം ചങ്കുകളല്ലേ. സോഷ്യയുടെ പ്രാണവെപ്രാളം സകലരെയും അപ്സെറ്റ് ആക്കിയപ്പോൾ ഇന്ത്യയിലുള്ള ലക്ഷ്മിയുടെ മകനെ വരെ അത് ബാധിച്ചു. അവൻ സങ്കടപ്പെട്ടിരുന്ന് കരയുന്നത് സഹിக்க വയ്യാതെ കരോളിന് തൊട്ട് മുന്നിലുള്ള ഫോൺ നമ്പർ ഒപ്പിച്ച് വിളിച്ച് ലക്ഷ്മി അവളുടെ വേർപ്പ് വീണ്ടും കാട്ടുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. സോഷ്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെ ആയിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ആൾക്കാരെല്ലാം പഴയതുപോലാക്കാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങുന്നതും പക്ഷേ ലവളങ്ങ് ഫോൺ കട്ടാക്കുന്നു. ഇനി മേലാൽ ഇത്രയും ചെറ്റത്തരം കാട്ടിരുന്നു ഷൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? സർവൈവേഴ്സിനെ കൊണ്ടുപോലും ഒരു രക്ഷയില്ല. മുന്നേ കരോൾ പറയുന്നതെല്ലാം ചിരിച്ചുകൊണ്ട് അതേപടി കേട്ടിരുന്ന വൺ മൈൻഡ്സ് ഇപ്പോൾ കെറുവൊക്കെ കാട്ടി തുടങ്ങിയിട്ടുണ്ട്. നഴ്സിനടുത്തേക്ക് എത്തി സോഷ്യയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴും മുഖം നോക്കാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിറങ്ങി പോകുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ കാരോൾ ഹോസ്പിറ്റലിൽ കിടന്നൊന്നും മയങ്ങുന്നതും പിന്നെ കാണുന്നതോ ഈ വൺ മൈൻഡ്സ് എല്ലാം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതുമായ എല്ലാവരും പരസ്പര സഹായത്തോടെ അവിടുന്ന് അങ്ങ് മുങ്ങുവാണ്. ട്രക്കിലും കാറിലും ബസ്സിലുമൊക്കെയായി ആ ഏരിയയിലെ മൊത്തം ആൾക്കാരും വണ്ടിയിൽ കയറി അവിടുന്ന് സ്ഥലം വിടുന്നു. കാര്യം കരോൾ കാണിച്ചതിൽ അവർക്ക് നല്ല വിഷമം ഉണ്ടെന്നും കുറച്ച് മാറി നിൽക്കാൻ സ്പേസ് വേണമെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ ഈ വൺ മൈൻഡ്സിനെ കരോൾ തിരിച്ച് പഴയ പോലെ എത്തിക്കുമെന്നുള്ളൊരു ഭയം കൂടിയാണത്. സമയം അങ്ങനെ കടന്നുപോയി. എഴുന്നേൽക്കുന്ന കരോൾ അവിടെ ഒരു ഡിനോസർ കൂട്ടനെ പോലും കാണാതെ വിളിച്ച് ഐസിയുയിൽ പോയി നോക്കുമ്പോൾ അവിടെ സോഷ്യയും അപ്രത്യക്ഷം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഫോണാണ്. അതും തലവേദന. ആരും അറ്റൻഡ് ചെയ്യുന്നില്ല, പകരം വോയിസ് മെയിൽ മാത്രം. ഞങ്ങൾക്ക് കരോളിന് മേലുള്ള സ്നേഹത്തിൽ കുഴപ്പമൊന്നുമില്ലെന്നും ഇപ്പോൾ ഈ ഉണ്ടായതിൽ ഇത്തിരി പരിഭവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം കുറച്ച് ഒറ്റയ്ക്ക് സമയം വേണമെന്ന് ഒരു ഓട്ടോമേറ്റഡ് റെക്കോർഡിങ്. എപ്രാളം കയറുന്ന കാരോൾ ക്രൗൺ പ്ലാസയുടെ റൂഫ് ടോപ്പിലേക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നടന്ന് കയറി നോക്കുമ്പോഴോ പല വണ്ടികളിലായി എല്ലാവരും പല വഴിക്കായി ആ ഒരിടത്ത് നിന്ന് മാറിപ്പോകുന്നു. ഇതുകൊണ്ടൊന്നും കരോൾ തളരാൻ തയ്യാറല്ല. പക്ഷേ ലിഫ്റ്റിലായതുകൊണ്ട് നടന്ന് മുകളിൽ വരെ എത്തിയ ആ ഒരു തളർച്ച ഭാവത്തിനുണ്ട്. അതിനെന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരികെ വീട്ടിലേക്ക് പോകുന്നു. അനാവശ്യ വൈദ്യുതി ഉപയോഗം തടയാൻ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇവർ കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പാവം കുറേ പടി കയറി ഇറങ്ങി. അങ്ങനെ പുതിയ ലോകത്തെ 9ാം ദിവസം തന്നെ കാരോൾ ഒറ്റപ്പെടലിൻ്റെ അടുത്ത അവസ്ഥാന്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൈൻഡ് വൈറസ്. കരോളിനെ സംബന്ധിച്ച് ഇവരെല്ലാം രോഗികളാണ്, ആ വൈറസിൻ്റെ പീഡനത്തിൽ കഴിയുന്നവർ. ഇപ്പോൾ എല്ലാവരെയും പഴയതുപോലെ എത്തിക്കാൻ ഒരു മാർഗം എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലായി അവർ ചെയ്യുന്നത് വീണ്ടും ക്യാമ്പ് കോഡർ റെക്കോർഡ് ചെയ്ത് തന്നെപ്പോലെ ശേഷിക്കുന്ന ആ 12 സർവൈവേഴ്സിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോ തയ്യാറാക്കുവാണ്. ഈ ജോയിൻസിനെല്ലാം പഴയതുപോലെ, അതായത് ലോകം എങ്ങനെയാണോ നിലനിൽക്കേണ്ടത് അതേപോലെ വ്യക്തികളാക്കി മാറ്റാൻ കഴിയുമെന്നും അതിന് എല്ലാവരുടെയും സഹായത്തോടെ ഒരുമിച്ചൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു ശ്രമങ്ങൾ നടത്തുന്നെങ്കിലും പക്ഷേ ഇതാരൊക്കെ കേൾക്കാൻ താല്പര്യം കാട്ടുമെന്നതാണ് പ്രധാന വിഷയം. മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്ത് ഈ റെക്കോർഡിംഗ് ഇനി 12 കോപ്പീസാക്കി ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സബ്ടൈറ്റിലും കയറ്റി കൃത്യമായി അവരിലേക്ക് എത്തിക്കുക. വൺ മൈൻഡ്സിനെ തന്നെയാണ് കരോൾ വിളിക്കുന്നത്, കാരണം അവരുടെ നിയന്ത്രണത്തിലല്ലേ എല്ലാം. മുന്നത്തെ പോലെ ആരും അറ്റൻഡ് ചെയ്യാനില്ലാത്തത് മൂലം റെക്കോർഡിങ്ങിൽ ഈ മെമ്മറി കാർഡ് എടുത്ത് വിവിധ സർവൈവേഴ്സിലേക്ക് എത്തിക്കാൻ നിർദ്ദേശിക്കുന്നതിലുപരി അഭ്യർത്ഥിച്ച് ഒരു പാക്കേജിലായി വീടിന് പുറത്തായി കൊണ്ടുവച്ച് മാറി നിൽക്കുന്നു. തന്നെ ഫേസ് ചെയ്യാൻ ഇനി അവർക്കൊരു വിമിഷ്ടവും ഉണ്ടാവാണ്ടിരിക്കാൻ കരോൾ മാറി നിൽക്കുകയാണ്. പക്ഷേ ആ പാക്കേജ് എടുക്കാൻ വരുന്നതോ ഒരു ഡ്രോണും. പാവങ്ങൾക്ക് ഇത്ര വലിയ വിഷമോ? ആൾക്കാരൊക്കെ പോയി ആളർക്കമില്ലാതായതോടെ കരോളുടെ അടുത്ത പ്രശ്നം മൃഗങ്ങൾ. കുറേ നായ്ക്കൾ വന്ന് വീടിൻ്റെ പുറത്തുള്ള വേസ്റ്റിൽ കയറി എല്ലാം കടിച്ചു പറിച്ചിടുന്ന ശ്രദ്ധയിൽപ്പെട്ട് പട്ടികളല്ലേ കരുതലിന് കയ്യിലൊരു ഗോൾഫ് സ്റ്റിക്കുമായി കതക് തുറക്കാതെ ഓടുപട്ടി ശൂശു എന്നൊക്കെ പറഞ്ഞ് തുറക്കുമ്പോൾ എന്തായാലും അതെല്ലാം ഓടിപ്പോയിട്ടുണ്ട്. നല്ല അനുസരണമുള്ള പട്ടികളല്ലേ. ഇനി ആ മൈൻഡ് വൈറസ് ഇവറ്റുകളെയും ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യർ പോയി പട്ടിയെ കാണാൻ ഉമ്മ വെച്ചോടെ. എന്തായാലും ഉടൻ തന്നെ കരോൾ പ്രതികരിക്കാൻ ആരുമില്ലാത്ത ഫോണിൽ വിളിച്ച് മൊത്തം ലൈറ്റും ഓൺ ചെയ്യാൻ പറഞ്ഞങ്ങനെ ആ ധൈര്യത്തിൽ ഉറങ്ങി കാലത്ത് തന്നെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വോയിസ് മെയിൽ അയക്കുന്നു. വൈകാതെ തിരിച്ച് കരോളിനൊരു കോൾ വരുവാണ്, റെക്കോർഡ് തന്നെ. വേസ്റ്റ് അധികം വെയിറ്റില്ലാതെ പാക്ക് ചെയ്ത് വീടിന് കുറച്ച് ദൂരത്തേക്ക് വെച്ചാൽ വന്നെടുക്കാമെന്നങ്ങനെ കരോൾ ചെന്ന് അത് റോഡിലേക്ക് എടുത്തു വയ്ക്കുന്നു. ഭാരം നോക്കുമ്പോൾ ഇത്തിരി വെയിറ്റ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ വൈകാതെ പിന്നെയും വരുവാണ് ഡ്രോൺ. ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ട് കേട്ടോ. ആടി പൊക്കിക്കൊണ്ട് പോകവേ എല്ലാം കൂടി അവിടെ ചിതറി വീഴുന്നു. ഈ ഡ്രോണിനെ കൊണ്ട് തോറ്റ്
ഇതോടെ ട്രാഷുമായി പോലീസ് വണ്ടിയിൽ ടൗൺ ഏരിയയിലെത്തി വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുമ്പോൾ കാണാം വേസ്റ്റ് ബിന്നിൽ കുറേ പാലിൻ്റെ പാക്കറ്റ്സ് കിടക്കുന്നു. അവിടെയുള്ള വലിയ വേസ്റ്റ് ബോക്സിലെല്ലാം പോയി നോക്കുമ്പോഴും മൊത്തം മിൽക്ക് ഡ്രിങ്ക്സിൻ്റെ ഒഴിഞ്ഞ പാക്കറ്റുകൾ. അപ്പോൾ ഈ വൺ മൈൻസിന് പാലിനോട് നല്ല താല്പര്യമാണെന്ന് കണ്ട് നേരെ ഒരു ഡയറിയിലേക്ക് എത്തുന്നു. ഇവിടെ മിൽമ ഡയറി ആണെങ്കിൽ അവിടെ ഡ്യൂക്ക് സിറ്റി ഡയറി. ഫാക്ടറിയിലേക്ക് കയറുമ്പോൾ പക്ഷേ അവിടെ ഉൽപ്പാദിച്ച് പാക്കറ്റ് ചെയ്യുന്നത് പാലല്ല എന്നൊരു സന്ദേഹപരമായ സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരുതരം ലൈറ്റ് ബ്രൗൺ കളറിൽ എന്തോ ഒരു ലിക്വിഡാണ്. എന്തോ തട്ടുമുട്ടും കേട്ട് ഗോഡൗണിലായി നോക്കുമ്പോൾ കുറേ ചരക്കുകൾ. അതിട്ട് കുത്തിപ്പറിക്കുന്ന കാക്കളെ ഓടിച്ച് ചെല്ലവേ സംഭവം പഞ്ചസാര പോലുള്ള ഒരു വെള്ളപ്പൊടിയാണ്. എന്തായിരിക്കും അത്? എന്തായാലും കരോൾ ഒരു ചാക്കെടുത്ത് വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നു. ഫൈനൽ പ്രോഡക്റ്റ് ചെറിയ വഴുവഴുപ്പുള്ള എണ്ണ പോലത്തെ ഒരു വെള്ളമാണ്. ഗോൾഡൻ കളറാണ്, മണമൊന്നുമില്ല. അതുപോലെ pH ന്യൂട്രലാണ്. 7.1. മൈൻഡെല്ലാം ഒറ്റയായി നിൽക്കാൻ സഹായിക്കുന്നതിന് ഇനി എന്തെങ്കിലും പങ്കുണ്ടോ ഇതിന്? എന്തായാലും ഇക്കാര്യമെല്ലാം അടുത്തൊരു മെമ്മറി കാർഡിലാക്കി റെക്കോർഡ് ചെയ്ത് ഒരു പുതിയ അപ്ഡേറ്റ് വീഡിയോ ആയി വീണ്ടും 12 കോപ്പീസാക്കി അയക്കാൻ വെച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ രാജ്യത്തെ ഡയറീസിലും ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലൊക്കെ കാണാൻ കഴിയുമെന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തുണ്ട്. അങ്ങനെ പുതിയൊരു ഡ്രോൺ അത് വന്ന് കടിച്ചെടുത്തുകൊണ്ട് പോയി കുറച്ച് സമയം കഴിയുമ്പോൾ ദേ വീണ്ടും അടുത്ത കേനൻ ശല്യം. ഇത്തവണ ചെന്നായ്ക്കളാണ്. അത് നേരെ വന്നിട്ട് ചെയ്യുന്നതോ ഹെലനെ അടക്കിയിട്ടുള്ള സ്ഥലത്തെ മണ്ണിട്ട് മാന്തുന്നു. കരോൾ വെപ്രാളത്തിൽ വീണ്ടും ഗോൾഡ് സ്റ്റിക്ക് എടുത്ത് പുറത്തേക്ക് വന്ന് ഓട്ടിക്കാൻ നോക്കുമ്പോൾ അതുങ്ങളെല്ലാം ചീറി നിൽക്കുവാണ്. അപ്പോൾ വിറ്റുകളൊന്നും ആരും പോയി ഉമ്മ വെച്ചിട്ടില്ല കേട്ടോ. പേടിച്ച് തിരിച്ചു കയറി മുന്നിലൂടെ ചെന്ന് പോലീസ് വണ്ടിയിൽ നിന്ന് തോക്കെടുക്കാൻ നോക്കുമ്പോൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെ റിലീസാക്കണമെന്നറിയില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ വണ്ടിയിൽ കയറി ലൈറ്റും സരണമൊക്കെ ഇട്ട് വേലി പൊത്ത് അപ്പുറം ചാടിക്കുന്നതോടെ ചെന്നായ്ക്കളെല്ലാം പേടിച്ച് ഓടുന്നു. ഈ ഒരു സംഭവത്തോടെ പിന്നെ അവിടെയായി കരോളിൻ്റെ അന്നത്തെ ഉറക്കം. കാരണം ഇനിയും അതുങ്ങളങ്ങനെ വന്നാലോ? എന്തായാലും കാറിൽ ഉറങ്ങിയത് കൊണ്ട് രാവിലെ ആകുമ്പോൾ അവർ 2 കാര്യം പഠിച്ചിരിക്കുകയാണ്. ഹാൻഡ് കഫിൻ്റെ ചാവി പോലീസുകാരൻ്റെ ചാവിയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പിന്നെ തോക്ക് റിലീസ് ചെയ്യാൻ ഒരു കൊച്ചു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഹെലനെ അടക്കിയ സ്ഥലം ഇനിയും ഇങ്ങനെ തന്നെ നിർത്താനാകില്ല. അന്നത്തെ അടിയന്തര ജോലി അടക്കിയ സ്ഥലം സുരക്ഷിതമാക്കുക എന്നായതുകൊണ്ട് ഒരു ഫാക്ടറിയിൽ പോയി കുറേ സ്ലാബുകൾ എടുത്ത് കൊണ്ടുവന്ന് അവിടെ എല്ലാം പാവി ഒരു കല്ലറയാക്കി ആ ദിവസവും അങ്ങനെ തീർക്കുന്നു. ഒടുക്കം ഹെലൻ എന്നെഴുതിയ ഒരു മെമ്മോറിയൽ സ്ലാബും. അന്നത്തെ ഹെവി പണിയുടെ ക്ഷീണം മാറ്റാൻ 2 ലാർജ് അടിച്ചിരിക്കെ വീണ്ടും ആ സ്ട്രേഞ്ച് വൈറ്റ് പൊടിയുടെ ക്യൂരിയോസിറ്റി മുന്നിലേക്ക് വരികയാണ്. കൊണ്ടുവന്ന ചാക്കിൽ ഒരു ബാർകോഡ് കാണാം. അത് സ്കാൻ ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. പിന്നൊട്ട് സമയം കളയാതെ മദ്യപിച്ച് പോലീസ് വണ്ടി ഓടിച്ച് അർദ്ധരാത്രി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു കയറി. എന്തോ പറയാനാ, എല്ലാം നിയമലംഘനം തന്നെ. അങ്ങനെ കയറി ബാർകോഡ് റീഡർ എടുത്ത് സ്കാൻ ചെയ്യുന്നതിലും പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പരന്ന വഴി വേറൊരു സംഭവം കണ്ടെത്തുന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ റീയൂസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. നമുക്കതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. അങ്ങനെ പരതുന്ന വഴി ഈ ചാക്കിൻ്റെ അതേ സാമ്യതയുള്ള ഡോഗ് ഫീഡ് പാക്കറ്റ് കണ്ടെത്തി അതിലെഴുതിയിട്ടുള്ള ചരക്ക് നിർമ്മാണ ഫാക്ടറിയിലേക്ക് അവിടുന്ന് തേടിയെത്തുമ്പോൾ അധികം ദൂരമല്ലാത്ത അഗ്രിജെറ്റ് എന്ന കമ്പനിയാണ്. സ്വാഭാവികമായും ഇവിടെ എവിടെയും ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെയും പോലും കാണാനില്ല. കരോൾ ഫാക്ടറിക്കുള്ളിലേക്ക് കിടന്നു കയറി ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിച്ച് അവിടെയുള്ള വലിയ ഫ്രീസർ റൂമിനടുത്തേക്ക് എത്തിപ്പെടുന്നു. അത് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോൾ കേടാവാണ്ടിരിക്കാൻ സൂക്ഷിച്ചിരുന്ന ധാരാളം ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെയാണ്. കരോൾ ഇവിടെ വെച്ച് നെഞ്ചിടിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. മൂടി വെച്ചിരിക്കുന്ന എന്തോ ഒന്ന് തുറന്നു നോക്കുന്നതും അവർ ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് പറയുന്ന സിറ്റുവേഷനിൽ ഈ എപ്പിസോഡ് കൊണ്ട് നിർത്തുമ്പോൾ എന്താണത് അത്ര വലിയ ഷോക്ക് ഉണ്ടാക്കുന്നത്? ഇനി ഇവരെല്ലാം കൂടി തുടക്കം മുതൽക്കേ എടുത്തുകൊണ്ടുപോകുന്നതായി കണ്ട ഡെഡ് ബോഡീസിൻ്റെ വല്ല പാർട്സുമാണോ? നരഭോജികളാണോ ഈ വൺ മൈൻസ്? അതോ സോഷ മരിച്ചു കിടക്കുന്നോ? എല്ലാ സാധ്യതയും നമുക്ക് നോക്കണമല്ലോ. എന്തായാലും വിരക്തമായ സ്വഭാവമുള്ള കരോൾ ഇങ്ങനെ പേടിക്കണമെങ്കിൽ അതെന്തോ അവിശ്വസനീയമായ സംഭവമാണ്. എന്തായാലും നിലവിലെ സാഹചര്യം നോക്കിയാൽ കരോൾ ആ സൊല്യൂഷൻ തങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് കണ്ടുപിടിക്കുമോ എന്ന ആശങ്കയിലാണ് വൺ മൈൻസ് എല്ലാം ഇപ്പോൾ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുള്ളതും അടുത്തേക്ക് വരാൻ മടിക്കുന്നതും. വൺ മൈൻസ് ആരെയും കൊല്ലാൻ പോകണില്ലെന്ന് നമുക്കറിയാം. പക്ഷേ മരിച്ചതിന് ഏതെങ്കിലും വിധനെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. മരണവുമായി ബന്ധപ്പെട്ട് ഈ എപ്പിസോഡ് നമ്മൾ കണ്ട ആ ചെന്നായ്ക്കൂട്ടങ്ങളെയും കാക്കയും ഒരു സൂചനയായി എടുക്കാം. കാരണം ഒരേപോലുള്ള ചെന്നായ്ക്കൾ മരിച്ചതിൻ്റെ കുഴിതോണ്ടി വന്നപ്പോഴായിരുന്നല്ലോ കരോൾ അവറ്റകളെ തുരത്തിയത്. മാത്രമല്ല ഒടുക്കം പാൽ ഫാക്ടറിയിൽ വെച്ച് ഈ വെള്ളപ്പൊടി കാണുമ്പോൾ അത് കാക്കകൾ കൊത്തിക്കൊണ്ടിരിക്കുന്നതായും കാണാം. കാക്ക മരണവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷി കൂടിയല്ലേ. വേറൊരു കാര്യം, കരോൾ ചാക്കിൻ്റെ ബാർകോഡ് റീഡ് ചെയ്യാനായി നിയമലംഘനം നടത്തി സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നതിലും അതിൽ ഫലമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. തുടർന്ന് ഉള്ളിലേക്ക് പരുതുമ്പോൾ കാണുന്ന 2 കാര്യങ്ങൾ മൈൻഡിൽ സ്ട്രൈക്കായി. നാച്ചുറൽ മീറ്റ്സ്, പിന്നെ റീയൂസ് എന്നെഴുതി തൂക്കിയിട്ടിട്ടുള്ള കുറേ കവറുകളും. ജനങ്ങളെല്ലാം വൺ മൈൻഡായ ആ സമയം മുതൽക്കേ മരിച്ചവരെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായി കണ്ടിരുന്നു നമ്മൾ. ഒട്ടനവധി അങ്ങനെയുള്ള ഡെഡ് ബോഡീസ് അവർ റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബുദ്ധി നടത്തുന്നുണ്ടാകാം. പാലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഓരോ റെഫറൻസുകൾ ഇതിന് മുന്നേ തന്നെ എപ്പിസോഡുകൾ അങ്ങിങ്ങായി കാണിച്ചിട്ടുണ്ട്. സോഷ ആദ്യമായി കാട്ടുമ്പോൾ അവളെടുക്കുന്ന ഡെഡ് ബോഡിയെ കയറ്റുന്നതും ഒരു പാൽ വണ്ടിയിലാണ്. ഇതിനിടയിലെ വേറൊരു കോമഡി, സോഷ ഗ്രനേഡ് പൊട്ടി വയ്യാണ്ടായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ഈ കരോൾ കുടിക്കാൻ പൊട്ടിച്ചു കൊടുത്തതും ഇതുപോലൊരു പാൽ പാക്കറ്റാണ്, സ്ട്രോബെറി ഫ്ലേവേർഡ്.
ഇതെല്ലാം കഴിഞ്ഞ് സോഷ്യക്ക് അനസ്തേഷ്യ നൽകാനായി കരോൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയം സലാം പറയുന്ന ആൾ എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചോ? അതേ ഡ്യൂക്ക് സിറ്റി ഡയറിയിലെ വണ്ടി നിർത്തി അതിൽ നിന്ന് കുറേ പാക്കറ്റുകൾ ഇറക്കുവാണ്. അവിടെയുള്ള സകല വൺ മൈൻസിനും വേണ്ടിയിട്ട്. നമ്മുടെ കൺമുമ്പിൽ ഒളിപ്പിച്ച് വെച്ച കുറേ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. നിങ്ങൾ കണ്ടെത്തി എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ? എങ്കിൽ പറയാൻ മറക്കണ്ട. എന്തായാലും നമ്മുടെ കരോൾ ഒട്ടും പിറകോട്ടല്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി 2 വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിലും അത് ആരൊക്കെ റെസ്പോണ്ട് ചെയ്യുമെന്നത് സംശയമാണ്. ആരെങ്കിലും ചെയ്യുന്നതിൽ ആദ്യമേ തന്നെ അത് മാനസോസ് ആകാനാണ് സാധ്യത. കാരണം നമ്മളിതുവരെ കണ്ട മറ്റ് സർവൈവേഴ്സ് എല്ലാം പുതിയ ലോകവുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നവരല്ലേ. തുടക്കത്തിലെ പ്ലൂറിബസ് എന്നുള്ള ടൈറ്റിൽ കാണിക്കുമ്പോൾ ആദ്യം കരുതിയത് എക്സ്ട്രാ ടെറസ്ട്രിയൽ സന്ദേശത്തിൻ്റെ ഒരു റേഡിയോ വേവ് ആയിരിക്കുമെന്നായിരുന്നു. പിന്നീട് ഹേർട്ട് ബീറ്റൊക്കെ കണ്ട് അത് വൺ മൈൻഡിൻ്റെ ഒരു ഹൈവ് സിംബോളിസം എന്ന് കരുതിയപ്പോൾ ഈ എപ്പിസോഡ് തീരുമ്പോഴോ ഇനി ആ പൊടിയാണോ അവരീ കാണിക്കുന്നതിനർത്ഥം? ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. എന്തായാലും അടുത്ത എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക തന്നെ. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്നും ക്ലിയർ ആയെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഡെറിയുടെ ഒരു സ്പെഷ്യൽ ബ്രേക്ക് ഡൗൺ വീഡിയോയുമായി സീ യു സൂൺ. ശുഭമസ്തു.